വെൽക്കം ടു കീ ലേണിംഗ്. കേറ്ററ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും അറിയാം, ഇംഗ്ലീഷ് ഗ്രാമറിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ടെൻസ് എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ടെൻസ് എന്ന ടോപ്പിക്കാണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോവാം. കേറ്ററ്റ് പരീക്ഷകളിൽ തന്നെ കാറ്റഗറി 1 ആയാലും കാറ്റഗറി 2 ആയാലും പരീക്ഷകളിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ടോപ്പിക്ക്. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് എല്ലാ പരീക്ഷകളിലും കാണാനും സാധിക്കും. അപ്പൊ നോക്കുക, ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാണ്. ഓക്സിലറി വെർബ്സ്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവണം. എന്താണ് ഓക്സിലറി വെർബ്സ് എന്നുള്ളത്? ഇംഗ്ലീഷിലെ പല ടോപ്പിക്കുകളിലും നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഓക്സിലറി വെർബ്സ് എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് ചോദിച്ചാൽ വളരെ നിസ്സാരം. വെർബിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വെർബിനെ ഹെൽപ്പ് ചെയ്യുന്ന വാക്കുകളെയാണ് നമ്മൾ ഓക്സിലറി വെർബ്സ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ 24 ഓക്സിലറി വെർബ്സുകളുണ്ട്. ആ 24 ഓക്സിലറി വെർബുകളെ കുറിച്ചും നമുക്ക് വ്യക്തമായൊരു അറിവുണ്ടാവണം. അപ്പൊ എന്താണ് ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞല്ലോ? വെർബിനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വെർബിനെ ഹെൽപ്പ് ചെയ്യുന്നത്. എന്താണ് ഈ വെർബ്? സാധാരണ സെന്റൻസുകളിലൊക്കെ നമ്മൾ വെർബ് കാണാറുണ്ട്. എന്താണ് വെർബ് എന്ന് ചോദിച്ചാൽ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട പദങ്ങളെയാണ് നമ്മൾ സാധാരണ വെർബ് എന്ന് വിളിക്കുന്നത്. അപ്പോ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട പദങ്ങളെ നമ്മൾ വെർബ് എന്ന് വിളിക്കുന്നു. ഒരു സെന്റൻസിൽ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ഒരു പദമുണ്ടെങ്കിൽ അവയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഓക്സിലറി വെർബ്സ് അഥവാ ഹെൽപ്പിംഗ് വെർബ്സ് എന്ന് പറയുന്നത്. 24 എണ്ണമാണ് ഉള്ളത്. ഇതിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രൈമറി ഓക്സിലറീസ് എന്നും മൊഡാൽ ഓക്സിലറീസ് എന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട്. പ്രൈമറി ഓക്സിലറീസും മൊഡാൽ ഓക്സിലറീസും. ഈ പ്രൈമറി ഓക്സിലറീസ് നമുക്ക് മിക്കവാറും ഒക്കെ ടോപ്പിക്കുകളിൽ വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. അപ്പൊ ആരൊക്കെയാണ് ഈ പ്രൈമറി ഓക്സിലറീസ്? ഈസ്, ആം, ആർ, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്. ഇവയാണ് നമ്മൾ ഓക്സിലറി വെർബ്സ് എന്ന് വിളിക്കുന്നത്, അതായത് പ്രൈമറി ഓക്സിലറീസ് എന്ന് വിളിക്കും. അപ്പൊ ശ്രദ്ധിച്ചോളണം, ഈസാമാർ, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ് ഇവയാണ് പ്രൈമറി ഓക്സിലറീസ് എന്ന് അറിയപ്പെടുന്നത്. ഇനി മൊഡാൽ ഓക്സിലറീസ്. മൊഡാൽ ഓക്സിലറീസിലേക്ക് വരുമ്പോൾ വിൽ, വുഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവയും വിൽ, വുഡ്, then shall, should, അതേപോലെ തന്നെ can, could, അതേപോലെ may, might. ആദ്യം നമുക്ക് ഈ 8 എണ്ണം പഠിക്കാം. ഒന്നുകൂടി കേൾക്കുക. will, would, shall, should, can, could, may, might ഇവയാണ് മൊഡാൽ ഓക്സിലറീസിൽ ആദ്യം നമ്മൾ പഠിക്കുന്ന 8 പേര്. ഓക്കെ, അപ്പോ പ്രൈമറി ഓക്സിലറീസ് ഒന്നുകൂടി പറയുന്നു. ഈസാമാർ, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്. മൊഡാൽ വെർബിലേക്ക് വരുമ്പോൾ വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്. കഴിഞ്ഞില്ല. യൂസ്, ഡിഡ് ടു, ought to, മസ്റ്റ്, നീഡ്, ഡെയർ. നിങ്ങളുടെ തന്നെ സിലബസിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ആ ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങളില് വ്യക്തമായ ധാരണ ഉണ്ടാവണം ഈ ഓക്സിലറി വെർബുകളെ കുറിച്ച്. സാധാരണ കേറ്ററ്റ് പരീക്ഷകളിൽ കാറ്റഗറി 1ലും 2ലും ഒക്കെ 2 ക്വസ്റ്റ്യൻ ഒക്കെ ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ ഭാഗത്തെ മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റും. അന്നേരം നമുക്ക് ആരെക്കുറിച്ചുള്ള അറിവ് അത്യാവശ്യമാണ്? പ്രൈമറി ഓക്സിലറീസിനെയും മൊഡാൽ ഓക്സിലറീസിനെയും കുറിച്ചുള്ള അറിവ് അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇവ മിക്കവാറും ഒക്കെ ടോപ്പിക്കുകളിൽ വളരെ ഇമ്പോർട്ടന്റുമാണ്.
എന്താണ് ഓക്സിലറി വെർബ് എന്നുള്ള ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. വെർബുകളെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന വാക്കുകളെയാണ് നമ്മൾ ഓക്സിലറി വെർബ്സ് എന്ന് വിളിക്കുന്നത്. ഇംഗ്ലീഷിൽ 24 ഓക്സിലറി വെർബ്സ് ആണുള്ളത്. ഓക്സിലറി വെർബുകളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു: പ്രൈമറി ഓക്സിലറീസും മൊഡാൽ ഓക്സിലറീസും. പ്രൈമറി ഓക്സിലറീസ് എന്ന് പറയുമ്പോൾ ഈസാമാറും വാസ് വേറും ഹാസ് ഹാവ് ഹാഡും ഡു ഡസ് ഡിഡും. മൊഡാൽ ഓക്സിലറീസിലേക്ക് വരുമ്പോൾ വിൽ വുഡ്, ഷാൾ ഷുഡ്, ക്യാൻ കുഡ്, മേ മൈറ്റ്, യൂസ്ഡ് ടു, ഓട്ട് ടു, മസ്റ്റ്, നീഡ്, ഡയർ. ഇതിങ്ങനെ ആവർത്തിച്ച് എന്ത് ചെയ്യുക? വായിച്ച് പഠിക്കുക. അപ്പൊ ഇനി നമുക്ക് നേരെ ടെൻസ് എന്ന ഭാഗത്തിലേക്ക് പോകുന്നു. അപ്പൊ നമുക്ക് ടെൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവും പ്രധാനമായിട്ടും 3 ടെൻസുകളാണുള്ളത്: പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഇപ്പോഴുള്ള കാര്യങ്ങളും പണ്ടുള്ള കാര്യങ്ങളും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളും. ഇപ്പോഴുള്ള കാര്യങ്ങളെ നമ്മൾ പ്രസന്റ് എന്നും പണ്ടുള്ള കാര്യങ്ങളെ നമ്മൾ പാസ്റ്റ് എന്നും ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ നമ്മൾ ഫ്യൂച്ചർ എന്നും വിളിക്കാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ പൊതുവിൽ പറയുന്നത്. ടെൻസ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മ വരുന്നത് ഈ 3 കാര്യങ്ങളായിരിക്കും: പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. അപ്പൊ പ്രസന്റില് അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ പ്രസന്റിൽ പറയുന്നത്. പണ്ട് നടന്ന, ഇന്നലകളിൽ നടന്ന കാര്യങ്ങളെ നമ്മൾ പാസ്റ്റ് എന്ന് പറയും. ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെ നമ്മൾ ഫ്യൂച്ചർ എന്നും പറയും. അപ്പോ നമുക്കിവിടെ ഓരോ ടെൻസിനെയും, അതായത് പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ പറഞ്ഞല്ലോ, ഈ ഓരോ ടെൻസിനെയും വീണ്ടും 4 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രസന്റിന് തന്നെ 4 ഡിവിഷൻ ഉണ്ട്, പാസ്റ്റിനും ഉണ്ട് 4 ഡിവിഷൻ, ഫ്യൂച്ചറിനും ഉണ്ട് 4 ഡിവിഷൻ. അങ്ങനെ 4 × 3 ടോട്ടൽ 12 ടെൻസുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ടോട്ടൽ 12 ടെൻസുകൾ. അപ്പോ ഇതിനകത്ത് നമ്മുടെ മത്സര പരീക്ഷകളിലേക്ക് വരുമ്പോൾ നമ്മൾ 12ഉം പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ 11 എണ്ണത്തിന്റെ ഉപയോഗം നമ്മൾ അറിയണം. അപ്പൊ ഈ ഒരു ടോപ്പിക്കില്, അതായത് നിങ്ങൾക്ക് ഒരു കേറ്ററ്റ് പരീക്ഷയിൽ എഴുതാൻ പോകുമ്പോൾ ടെൻസ് എന്ന ഭാഗത്ത് നിന്ന് ഈ 11 ടെൻസുകൾ റിലേറ്റ് ചെയ്ത് ഏതെങ്കിലും 1 or 2 ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ ആ മാർക്ക് നമുക്ക് വളരെ നിസ്സാരം നേടിയെടുക്കാം. നമ്മൾ 11 വെർബുകളെ കുറിച്ച് അറിഞ്ഞാൽ മതി. അപ്പൊ ഈ ടെൻസ് എന്ന് വെച്ചാൽ അവിടെ നമ്മൾ 11 ടെൻസ് എന്ന് പറഞ്ഞല്ലോ നമുക്ക് പഠിക്കേണ്ടത്. 11 ടെൻസുകളിലും നമ്മൾ 11 വെർബുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ വെർബ് മാറുന്നതനുസരിച്ച് ടെൻസും മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടെൻസ് എന്ന് പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, മറിച്ച് 11 വെർബുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. 11 വെർബുകളെ കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ടോപ്പിക്കും ഇവിടെ കംപ്ലീറ്റ് ആവും. നിങ്ങൾക്ക് കേട്ടിട്ട് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വന്നാൽ കൃത്യമായി നിങ്ങൾക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അപ്പൊ നമുക്ക് ഇനി ഓരോ വെർബുകളിലേക്ക് അങ്ങ് പോവാം. നോക്കോ, ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് V1 എന്ന വെർബിനെ കുറിച്ചാണ്. ഓക്കെ, വളരെ ഈസി ആയിട്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണിത്, V1. അപ്പൊ നമ്മൾ ഈ V1 എന്ന വെർബിനെ കുറിച്ച് അറിയണം. എന്താണ് V1? ഇത് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അപ്പൊ ഓർക്കണം, V1 എന്ന് പറയുമ്പോൾ വെർബിന്റെ ആദ്യ രൂപം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ വെർബിന്റെ ആദ്യ രൂപത്തെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്, ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കിക്കൊള്ളണം. ആദ്യം മനസ്സിലാക്കേണ്ടത്, V1 എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരേണ്ടത്, നമ്മളൊരു V1 ഒരു സെന്റൻസിൽ ഉപയോഗിക്കുമ്പോൾ ഇതിന് ഓക്സിലറി വെർബ് വേണ്ട. ഈ കാര്യം വേണം നിങ്ങൾ ആദ്യം ഓർക്കാനായിട്ട്. അപ്പൊ V1ന്റെ പ്രത്യേകതയായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യം നോക്കിക്കോളണം. ഇതിനാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്. നമ്മൾ ഒരു സെന്റൻസിൽ V1 എഴുതുമ്പോൾ ഓക്സിലറി വെർബ് വേണ്ട. ഓക്കെ, അപ്പോ ഓക്സിലറി വെർബ് ഇല്ലാതെ തന്നെ നമുക്കൊരു സെന്റൻസിൽ ആര് ഉപയോഗിക്കാൻ പറ്റും? V1 ഉപയോഗിക്കാൻ പറ്റും. അപ്പോ ഫസ്റ്റ് പോയിന്റ് ഓർത്തോണം, V1ന് ഓക്സിലറി വെർബ് വേണ്ട. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ടത്, V1ൽ സിംഗുലറും പ്ലൂറലും ഉണ്ട്. ഓക്കെ, ഒരു വെർബിന്റെ V1 ഫോം എന്ന് പറയുമ്പോൾ അതിനകത്ത് സിംഗുലറും പ്ലൂറലും ഉണ്ടാവും. ഇത് നിങ്ങൾ രണ്ടാമത് ഓർക്കണം. ഓക്കെ, മൂന്നാമത്, ഈ സിംഗുലർ എന്ന് പറയുന്നത് സാധാരണ എസ് എന്ന അക്ഷരത്തിലായിരിക്കും അവസാനിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ ഈ സിംഗുലർ തിരിച്ചറിയുമെന്ന് ചോദിച്ചാൽ ഇത് എസ്സിൽ അവസാനിക്കും.
ഇങ്ങനെയാണ് നമ്മൾ V1 സിംഗുലറിനെ തിരിച്ചറിയുന്നത്. അപ്പൊ V1 സിംഗുലർ എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും അത് എസ്സിലായിരിക്കും അവസാനിക്കുന്നത്. ഇത്രയും പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയുന്നു. V1 എന്ന വെർബിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ടെൻസിലും ഉപയോഗിക്കുന്നത്. ടെൻസിൽ പിന്നെ നമ്മൾ ഒരു പേര് കൂടി ഉപയോഗിക്കുമെന്നേ ഉള്ളൂ. നമുക്ക് തൽക്കാലം അതിലേക്കൊന്നും പോവേണ്ട ആവശ്യമില്ല. പരീക്ഷയ്ക്ക് നമുക്കൊരു മാർക്ക് കിട്ടാനായിട്ട് വെർബും അതിന്റെ ഉപയോഗവും നമ്മൾ അറിഞ്ഞാൽ മതി. V1 എന്ന വെർബ് നമ്മൾ എവിടെ ഉപയോഗിക്കും അതാണ് പറയുന്നത്. നോക്കുക, V1 എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് V1 ഓക്സിലറി വെർബ്, ഹെൽപ്പിംഗ് വെർബിന്റെ ആവശ്യമില്ല. ഓക്കെ. 2, V1 തന്നെ സിംഗുലറും പ്ലൂറലും ഉണ്ട്. സിംഗുലർ എസ്സിലായിരിക്കും അവസാനിക്കുക. പ്ലൂറലിനെ അപ്പൊ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അതും വളരെ നിസ്സാരമാണ്. ഒരു പ്ലൂറൽ വെർബിനോടൊപ്പം ING ചേർക്കാൻ പറ്റും. ഞാൻ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞുതരാം. ING ചേർക്കാൻ സാധിക്കും. ഇതാണ് ആരുടെ പ്രത്യേകത? V1 പ്ലൂറലിന്റെ പ്രത്യേകത. ING ചേർക്കാൻ സാധിക്കും. അപ്പോ നമുക്ക് എല്ലാ വെർബിനോടും എന്ത് ചേർക്കാൻ പറ്റില്ല? ING ചേർക്കാൻ പറ്റില്ല. ING ചേർക്കാൻ പറ്റുന്ന വെർബുകളെ നമുക്ക് V1 പ്ലൂറൽ എന്ന് വിളിക്കാം, അഥവാ ബേസ് ഫോം എന്നും വിളിക്കാം. ഈ പ്ലൂറൽ വെർബ് തന്നെയാണ് ബേസ് ഫോം എന്നും അറിയപ്പെടുന്നത്. ഓക്കെ, എക്സാമ്പിൾ നോക്കിക്കോ. ഇവിടെ ഗോ എന്ന് പറയുന്ന വെർബ്, ഗോ. നമുക്ക് ഗോ എന്ന് പറയുന്ന വെർബിനോടൊപ്പം ING ചേർക്കാൻ സാധിക്കും. ഓക്കെ, ഗോയിങ്. റീഡ് എന്ന് പറയുന്ന വെർബിനോടൊപ്പം നമുക്ക് ING ചേർക്കാൻ സാധിക്കും, റീഡിങ്. പ്ലേ എന്ന് പറയുന്ന വെർബിനോടൊപ്പം നമുക്ക് ING ചേർക്കാൻ സാധിക്കും, പ്ലേയിങ്. ഈറ്റ് എന്ന് പറയുന്ന വെർബിനോടൊപ്പം ING ചേർക്കാൻ സാധിക്കും, ഈറ്റിംഗ്. അതുകൊണ്ട് ഈ എഴുതിയിരിക്കുന്ന 4 വെർബുകൾക്കൊപ്പം നമുക്ക് ING ചേർക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇവയെ നമുക്ക് V1 പ്ലൂറൽ അഥവാ ബേസ് ഫോം എന്ന് വിളിക്കാം. എന്നാൽ സിംഗുലർ നേരത്തെ പറഞ്ഞല്ലോ, എസ്സിലായിരിക്കും അവസാനിക്കുക. നോക്കുക, റൈറ്റ്സ്, ഗോസ്, റൺസ്, ഇതെല്ലാം V1 സിംഗുലറിന് ഉദാഹരണങ്ങളാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ V1 എന്ന വെർബിനെ തിരിച്ചറിയുന്നത്. ഓക്കെ, ഈ തിരിച്ചറിവ് മാത്രം മതി നമുക്ക് പരീക്ഷയ്ക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനും പറ്റും. അപ്പൊ നോക്കുക, നമ്മൾ പഠിച്ചത് V1 കുറിച്ചാണ്. V1 എന്ന വെർബിന്റെ ബേസ് ആയിട്ട് നമ്മൾ അറിയേണ്ട കാര്യം, V1 ആരൊക്കെയുണ്ട്? സിംഗുലറും പ്ലൂറലും ഉണ്ട്. ഇതിന് ഓക്സിലറി വെർബിന്റെ ആവശ്യം ഇല്ല. V1 സിംഗുലർ എസ്സിലായിരിക്കും അവസാനിക്കുന്നത്. പ്ലൂറലിനോടൊപ്പം ING ചേർക്കാൻ സാധിക്കും. ഇനി നമുക്ക് V1 ഉപയോഗങ്ങളാണ് പഠിക്കുന്നത്. ഇപ്പൊ നമ്മൾ പഞ്ചസാര എവിടെയൊക്കെ ഉപയോഗിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കുറെ ഉത്തരം പറയാൻ പറ്റും, അല്ലേടാ? ഉപ്പ് എവിടെയൊക്കെ ഉപയോഗിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കുറെ ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. അതേപോലെ V1 എവിടെയൊക്കെ ഉപയോഗിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കുറെ ഉത്തരം പറയാൻ പറ്റണം. അപ്പൊ നമുക്ക് അതിൽ പ്രധാനപ്പെട്ടവ ഒന്ന് നോക്കുക. യൂണിവേഴ്സൽ ട്രൂത്ത്. യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, പ്രപഞ്ച സത്യങ്ങൾ. പ്രപഞ്ച സത്യങ്ങളെ കുറിച്ച് പറയാനായിട്ട് നമ്മൾ V1 മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. 2, ജനറൽ ട്രൂത്ത്, പൊതു സത്യങ്ങൾ. ഫലത്തിൽ ഏകദേശം ഇത് രണ്ടും ഒക്കെ ഒരേ കാറ്റഗറി തന്നെയാണ്, യൂണിവേഴ്സൽ ട്രൂത്തും ജനറൽ ട്രൂത്തും ഒക്കെ. അപ്പൊ യൂണിവേഴ്സൽ ട്രൂത്തും ജനറൽ ട്രൂത്തും പറയാനായിട്ട് നമ്മൾ ആരെ ഉപയോഗിക്കണം? V1 ഉപയോഗിക്കണം. ദെൻ മൂന്നാമത്തെ നോക്കി, പ്രോവർബ്. പ്രോവർബുകളെ കുറിച്ച് പറയാനും നമ്മൾ എന്ത് തന്നെ ഉപയോഗിക്കണം? V1 തന്നെ ഉപയോഗിക്കണം. നാലാമത്തത് പ്രസന്റ് ഹാബിച്വൽ ആക്ടിവിറ്റീസ്. എന്താണ് ഈ പ്രസന്റ് ഹാബിച്വൽ ആക്ടിവിറ്റീസ്? നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ ദിവസവും പല്ല് തേക്കും, ദിവസവും കുളിക്കും, ദിവസവും പഠിക്കും, ദിവസവും ഉറങ്ങും. ഇങ്ങനെ നമ്മൾ പതിവായി ചെയ്യുന്ന, സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ. ഇതാണ് പ്രസന്റ് ഹാബിച്വൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ദെൻ വെൽ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ ഭാവിയിൽ നടക്കുന്ന ഒരു കാര്യം നമ്മൾ നേരത്തെ തീരുമാനിച്ച് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളുടെ കേറ്ററ്റ് പരീക്ഷ എന്നാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോഴേ അറിയാം. എന്തുകൊണ്ടാണ്? പരീക്ഷാ ഭവൻ അത് നേരത്തെ തീരുമാനിച്ചു. അപ്പൊ ജനുവരിയിൽ നടക്കുന്ന ഒരു കാര്യം നേരത്തെ തീരുമാനിച്ചു. ഇതിനെയാണ് നമ്മൾ വെൽ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പൊ വിവാഹം, ഈ കല്യാണമൊക്കെ നമുക്കറിയാമല്ലോ, നേരത്തെ ആ തീയതി തീരുമാനിക്കും.
PSC പരീക്ഷകൾ നേരത്തെ തീയതി തീരുമാനിക്കും. SLC പരീക്ഷ നേരത്തെ തീയതി തീരുമാനിക്കും. ഇങ്ങനെ നേരത്തെ തീരുമാനിച്ച് പിന്നീട് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിനെയാണ് നമ്മൾ വെൽ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇത് അടുത്ത് നോക്കിയേ, ഓണർഷിപ്പും റിലേഷൻഷിപ്പും. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സ്വന്തമായി ഉണ്ടെന്ന് പറയാൻ അതിനെയാണ് നമ്മൾ ഓണർഷിപ്പ് എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പ് അറിയാലോ, ബന്ധങ്ങൾ. ഇതൊക്കെ പറയാനായിട്ട് V1 തന്നെ ഉപയോഗിക്കണം. ഓക്കെ, ഞാൻ ഒത്തിരി തവണ ആവർത്തിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ആവർത്തിച്ചത് പഠിച്ചോളുക. ഓക്കെ, ശ്രദ്ധിക്കുക. യൂണിവേഴ്സൽ ട്രൂത്ത്, ജനറൽ ട്രൂത്ത്, പ്രോവർബ്, പ്രസന്റ് ഹാബിച്വൽ ആക്ടിവിറ്റീസ്, വെൽ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ടിവിറ്റീസ്, അതേപോലെ തന്നെ ഓണർഷിപ്പ്, റിലേഷൻഷിപ്പ്, ഇവയൊക്കെ പറയാനായിട്ട് എന്തുപയോഗിക്കണം? V1 ഉപയോഗിക്കണം. അപ്പൊ V1ന്റെ ഉപയോഗങ്ങൾ പറഞ്ഞു. V1നെ നമ്മൾ എങ്ങനെ തിരിച്ചറിയുമെന്ന് പറഞ്ഞു. അപ്പൊ V1 എന്ന് കേട്ടാലേ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ വേണം ഓർമ്മ വരാനായിട്ട്. ഓക്സിലറി വെർബ് വേണ്ട എന്നുള്ളതും, V1ൽ സിംഗുലറും പ്ലൂറലും അടങ്ങിയിട്ടുണ്ടെന്നുള്ളതും, സിംഗുലർ എസ്സിൽ അവസാനിക്കുമെന്നും, പ്ലൂറൽ വെർബിനോടൊപ്പം ING ചേർക്കാൻ പറ്റുമെന്നുള്ള വിവരം മനസ്സിൽ ഓർമ്മ കിട്ടണം. ഇതിന് ശേഷം നമുക്ക് V1ന്റെ ഉപയോഗങ്ങളാണ് യൂണിവേഴ്സൽ ട്രൂത്തും, ജനറൽ ട്രൂത്തും, പ്രോവർബും, വെൽ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ടിവിറ്റീസും, ഓണർഷിപ്പും, റിലേഷൻഷിപ്പും ഒക്കെ പറയാനായിട്ട് നമ്മൾ ആരെ തന്നെ ഉപയോഗിക്കണം? V1 തന്നെ ഉപയോഗിക്കണം. ഓക്കെ, ഇനി നമുക്കൊരു മത്സര പരീക്ഷയില് അല്ലെങ്കിൽ നിങ്ങളൊരു കേറ്ററ്റ് പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് V1മായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം വന്നാൽ ഉത്തരത്തിലെത്താൻ നിങ്ങളെ സഹായിക്കുന്ന ചില കീവേഡുകൾ ഉണ്ടാവും. ഈ കീവേഡ് തിരിച്ചറിഞ്ഞാൽ തന്നെ അവിടെ V1 ആണോ വേണ്ടത് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ഒരു പരീക്ഷാ ഹാളിൽ ഇരുന്ന് നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ V1 ആണ് ഒരു സെന്റൻസിൽ വേണ്ടതെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇവിടെ V1ന്റെ കുറച്ച് കീവേഡ്സ് നിങ്ങൾ കാണാതെ പഠിക്കണം. നോക്കിയേ, നമ്മൾ V1ന്റെ കുറച്ച് കീവേഡ്സ് പറയാൻ പോവുകയാണ്. ഫസ്റ്റ് വൺ, യൂഷ്വലി. ഒരു സെന്റൻസിനകത്ത് നിങ്ങൾ യൂഷ്വലി എന്ന് കണ്ടാൽ, റെഗുലർലി എന്ന് കണ്ടാൽ, ഓൾവേസ് എന്ന് കണ്ടാൽ, ഓഫൺ എന്ന് കണ്ടാൽ, ഡെയിലി എന്ന് കണ്ടാൽ, വീക്ക്ലി എന്ന് കണ്ടാൽ, ഫ്രീക്വന്റ്ലി എന്ന് കണ്ടാൽ, ഓക്കെ, പറഞ്ഞതൊന്നുകൂടി പറയുന്നു. ഒരു സെന്റൻസിനകത്ത് നിങ്ങൾ യൂഷ്വലി എന്നോ, റെഗുലർലി എന്നോ, ഓൾവേസ് എന്നോ, ഡെയിലി എന്നോ, ഓഫൺ എന്നോ, വീക്ക്ലി എന്നോ, ഫ്രീക്വന്റ്ലി എന്നൊക്കെയോ കണ്ടാൽ മനസ്സിലായിക്കോണം ആ സെന്റൻസിൽ നിങ്ങൾ V1 ഉപയോഗിക്കണം. തീർന്നില്ല. എവരി ഡേ, എവരി വീക്ക്, എവരി മന്ത്, എവരി ഇയർ, ആനുവലി, ഒക്കേഷണലി എന്നൊക്കെ ഒരു സെന്റൻസിൽ കണ്ടാൽ നിങ്ങൾ അവിടെ മനസ്സിലാക്കുക V1 ആണ് ഉപയോഗിക്കേണ്ടത്. എടാ, അപ്പൊ പരീക്ഷയ്ക്ക് നിങ്ങൾക്കൊരു ചോദ്യം കിട്ടുന്നു. ചോദ്യത്തിനകത്ത് ഇവയിൽ ഏതെങ്കിലും ഒരു വേർഡ് നിങ്ങൾ കാണുന്നു. യൂഷ്വലി എന്ന് കണ്ടാലോ, റെഗുലർലി എന്ന് കണ്ടാലോ, ഓൾവേസ് എന്ന് കണ്ടാലോ, ഓഫൺ എന്ന് കണ്ടാലോ, വീക്ക്ലി എന്ന് കണ്ടാലോ, ഡെയിലി എന്ന് കണ്ടാലോ, ഫ്രീക്വന്റ്ലി എന്നൊക്കെ കണ്ടാൽ നിങ്ങൾ അവിടെ മനസ്സിലായിക്കോണം ഉപയോഗിക്കേണ്ട വെർബ് എന്ന് പറയുന്നത് ആരായിരിക്കണം? V1 ആയിരിക്കണം. അതേപോലെ തന്നെ ഒരു സെന്റൻസിൽ ഒരു പ്രപഞ്ച സത്യത്തെക്കുറിച്ചോ, പൊതു സത്യത്തെക്കുറിച്ചോ, പഴഞ്ചൊല്ലിനെ കുറിച്ചോ, മുൻകൂട്ടി തീരുമാനിച്ച് പിന്നീട് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയോ, ഓണർഷിപ്പിനെ പറ്റിയോ, റിലേഷൻഷിപ്പിനെ പറ്റിയോ ഒക്കെ പറഞ്ഞാൽ എന്ത് തന്നെ യൂസ് ചെയ്യണം? V1 തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് മോഡൽ ചോദ്യങ്ങളൊന്ന് നോക്കിപ്പോകാം. ഓക്കെ, നോക്കിക്കോ. ഒന്നാമത്തെ ചോദ്യം, ഹി ഡാഷ് എവരി മോർണിംഗ്. ഈ ചോദ്യം ഒന്ന് നോക്കുക, നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുമോ നോക്കാം. ഞാൻ 1-2 ചോദ്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം വ്യക്തമായിട്ട് മനസ്സിലാവും. നോക്കുക, ഇവിടെ നമുക്ക് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് പോകണം. നമ്മൾ ചെയ്യേണ്ടത് സെന്റൻസ് വായിച്ചു നോക്കുന്നു. സെന്റൻസ് വായിച്ചു നോക്കുമ്പോൾ ഉത്തരത്തിലെത്താൻ നമ്മളെ സഹായിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. നമ്മളിവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എവരി മോർണിംഗ് എന്നൊരു വാക്ക് നമുക്ക് കാണാം. എവരി മോർണിംഗ് നമ്മൾ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. എവരി മോർണിംഗ് എന്ന് ഒരു സെന്റൻസിൽ കണ്ടാൽ അവിടെ V1 ആണ് ആ സെന്റൻസിൽ ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ഈ ചോദ്യത്തിലൂടെ നമുക്ക് തന്നെ മനസ്സിലായി ഇവിടെ V1 ആണ് വേണ്ടത്. അപ്പൊ നമുക്കിനി V1നെ കുറിച്ച് നമ്മൾ പഠിച്ച അറിവിനെ എടുത്ത് ചോദ്യത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. V1നെ കുറിച്ച് നമ്മൾ എന്താണ് പഠിച്ചത്?
V1 കുറിച്ച് ആദ്യം പഠിച്ചത് ഓക്സിലറി വെർബ് വേണ്ട. ഇവിടെ നമ്മൾ 24 ഓക്സിലറി വെർബിനെ കുറിച്ച് പഠിച്ചിരുന്നു. അതിൽ ആരെങ്കിലും ഇവിടെ 4 ഓപ്ഷനിലുണ്ടോ നോക്കണം. ഈസ്, മാമും, ആറും, വാസും, വേറും, ഹാസും, ഹാവും, ഹാഡും, ഡൂവും, ഡസും, ഡിഡും, വില്ലും, വുഡും, ഷാളും, ഷുഡും, ക്യാനും, കുഡും, മേയും, മൈറ്റും ഒക്കെ നമ്മൾ പഠിച്ചതല്ലേ. അതിലുള്ള ആരിവിടെ ഉണ്ട്? ഈസ് ഉണ്ട്. അപ്പോ ഈ സെന്റൻസിൽ ഒരു ഓക്സിലറി വെർബ് വന്നിരിക്കുന്നു. നമുക്കറിയാം V1 ഓക്സിലറി വെർബ് വേണ്ട. അപ്പൊ ഇതല്ല ഉത്തരം എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഓക്സിലറി വെർബ് വരുന്നത് നമുക്ക് V1 ചേരുന്നതല്ല. ഇനി ബാക്കി 3 ഓപ്ഷൻസ് ഉണ്ട്. എടാ, ഇനി നമുക്കറിയാം V1 കുറിച്ച്. V1 സിംഗുലറും പ്ലൂറലും ഉണ്ട്. അറിയാലോ, പല തവണ പറഞ്ഞതാണ്. അതിൽ തന്നെ നമുക്കറിയാം ഒരു വെർബ് എസ്സിൽ അവസാനിക്കുമ്പോ അത് സിംഗുലർ. ദേ നോക്കുക, ഇവിടെ ഡ്രിങ്ക്സ് എന്ന് അവസാനിച്ചിരിക്കുന്നു, ഇത് സിംഗുലർ. ഇനി V1 പ്ലൂറൽ ഉണ്ടല്ലോ. V1 പ്ലൂറലിനെ നമ്മൾ എങ്ങനെയാ തിരിച്ചറിയണേ? ING ചേർക്കാൻ പറ്റും. ഇനി 2 ഓപ്ഷൻസ് ബാക്കിയുണ്ട്. അതില് ആരോടൊപ്പം ING ചേർക്കാൻ പറ്റുമോ നോക്കണം. ഡ്രിങ്കിനെയാണോ ING മാറ്റാൻ പറ്റുന്നത്? ഡ്രാങ്കിനെയാണോ ING മാറ്റാൻ പറ്റുന്നത്? നമുക്കറിയാം ഡ്രിങ്കിനെയാണ്. ഈ ഓപ്ഷനിൽ തന്നെ ഉണ്ടല്ലോ, ഡ്രിങ്കിനെയല്ലേ ING രൂപത്തിലേക്ക് മാറ്റി വെച്ചേക്കുന്നത്. അപ്പൊ ING രൂപത്തിലേക്ക് മാറ്റി വെക്കാൻ പറ്റുന്നതാണ് ആര്? നമുക്കറിയാം പ്ലൂറല്. അപ്പൊ ഇത് V1 പ്ലൂറൽ. അപ്പൊ V1 സിംഗുലറും പ്ലൂറലും കണ്ടെത്തി. അപ്പൊ നമുക്കറിയാം D ഉത്തരമല്ല. അപ്പൊ 2 ഓപ്ഷൻസ് ബാക്കി. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കേട്ടിട്ട് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വരുമ്പോ വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. നോക്കുക, സിംഗുലർ പ്ലൂറൽ. ഇങ്ങനെ നമ്മൾ സിംഗുലർ പ്ലൂറലിൽ വന്ന് നിൽക്കുമ്പോൾ ചെയ്യേണ്ട വേറൊന്നുമല്ല, എന്ത് ചെയ്യുക, സബ്ജക്റ്റ് ഒന്ന് നോക്കുക. ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹി ആണ്. ഇത് സിംഗുലർ ആണ്, ഒരാളല്ലേ ഉള്ളൂ. ഹി എന്ന് പറയുമ്പോൾ അവൻ, ഒരാളേ ഉള്ളൂ. അപ്പൊ സബ്ജക്റ്റ് സിംഗുലർ ആയി നിൽക്കുന്നത് കൊണ്ട് വെർബും സിംഗുലർ മതി. അങ്ങനെ ഈ സബ്ജക്റ്റ് സിംഗുലർ ആണ്, വെർബും സിംഗുലർ മതി. ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റും. ആൻസർ ഓപ്ഷൻ എ. സെറ്റല്ലേ? ക്ലിയർ ആയി കാണുമെന്നറിയാം. അടുത്തൊരു ചോദ്യം നോക്കുക. നമ്മൾ ഓരോ മോഡലിന്റെയും 5 ചോദ്യങ്ങൾ വീതം, വ്യത്യസ്തമായ 5 ചോദ്യങ്ങൾ വീതം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഒന്ന് നോക്കുക. രാഹുൽ യൂഷ്വലി ഡാഷ് ന്യൂസ് പേപ്പർ ഇൻ ദ മോർണിംഗ്. ഒന്ന് നോക്കിയേ, ഇതിന്റെ ആൻസറിലേക്ക് നമുക്ക് എങ്ങനെ എത്തിച്ചേരാം? രാഹുൽ യൂഷ്വലി ഡാഷ് ന്യൂസ് പേപ്പർ ഇൻ ദ മോർണിംഗ്. വളരെ എളുപ്പമാണ്. ചോദ്യം വായിച്ചു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും യൂഷ്വലി എന്നൊരു വാക്ക് നിങ്ങൾ അവിടെ കാണും. അപ്പൊ ഒരു സെന്റൻസിൽ യൂഷ്വലി വരുമ്പോ V1 വരണം എന്നറിയാം. V1 കുറിച്ചുള്ള നിങ്ങളുടെ അറിവൊന്ന് അപ്ലൈ ചെയ്യുക. V1 നിങ്ങൾക്കറിയാം ഓക്സിലറി വെർബ് വേണ്ട. അപ്പൊ ഓപ്ഷൻ സി ഉത്തരമല്ലെന്നറിയാം. ഇനി ഇത് തന്നിരിക്കുന്നത് ING രൂപമാണ്. റീഡിംഗ് എന്നുള്ളത് ഓൾറെഡി ഒരു ING രൂപമാണ്. നമുക്കത് വേണ്ട. നമുക്ക് വേണ്ടത് V1 ആണ്. ING രൂപം നമുക്ക് വേണ്ട. അപ്പൊ ഇതും അല്ല ഉത്തരം. ഇനി 2 ഓപ്ഷൻസ് ബാക്കി. നോക്കുമ്പോ അറിയാം, ഒന്ന് എസ്സിൽ അവസാനിച്ചിരിക്കുന്നു, ഇത് സിംഗുലർ. റീഡിനെ ING മാറ്റാൻ പറ്റും. കാരണം റീഡിനെയാണ് എന്താക്കി വെച്ചേക്കുന്നത്, റീഡിങ് എന്ന് ഇവിടെ താഴെ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ റീഡിനെ നമുക്ക് ING മാറ്റാൻ പറ്റും. ഇവിടെ മനസ്സിലാക്കണം, ഇത് V1 പ്ലൂറൽ ആയിട്ട് നമ്മൾ എടുക്കണം. അങ്ങനെ സിംഗുലറും പ്ലൂറലും കിട്ടി. സബ്ജക്റ്റ് നോക്കുക, രാഹുലാണ്, ഇത് സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മതി? റീഡ്സ് എന്ന സിംഗുലർ മതി. സെറ്റായി കാണും. നിങ്ങൾക്കും ഇങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ടാവും. അടുത്ത ചോദ്യം ഒന്ന് നോക്കിയേ, വളരെ വേഗം. കൗസ് ഡാഷ് ഗ്രാസ്. ഇതാണ് ചോദ്യം. നോക്കുക എങ്ങനെ ആൻസറിലെത്താം. തൊട്ട് മുമ്പ് നമ്മൾ കണ്ട 2 ചോദ്യത്തിലുള്ളത് പോലെ ഇവിടെ പ്രത്യേകിച്ച് കീവേഡ് ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സെന്റൻസിൽ പ്രത്യേകിച്ച് കീവേഡ് ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ഏത് വെർബ് ഉപയോഗിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റേതെങ്കിലും നിയമം അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കുക. സെന്റൻസിൽ എന്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു? പശുക്കള് പുല്ല് തിന്നുന്നതിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. പൊതു സത്യമാണ്. പശുക്കള് സാധാരണ ചിക്കൻ ബിരിയാണി അല്ല കഴിക്കുന്നത്, എല്ലാവർക്കും അറിയാം. അത് പുല്ലാണ് കഴിക്കാറ്. അപ്പൊ അതൊരു പൊതു സത്യമാണ്, ഒരു പൊതുവായ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അറിയാലോ, പൊതു സത്യങ്ങളെ കുറിച്ച് പറയാനായിട്ട് നമുക്ക് V1 ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് V1 കുറിച്ചുള്ള നിങ്ങളുടെ അറിവെടുത്ത് അപ്ലൈ ചെയ്യുക. അറിയാൻ നിങ്ങൾക്ക് ഒരു കാര്യം,
V1-ന് ഓക്സിലറി വെർബ് വേണ്ട. ഒരു ഓപ്ഷൻ നമ്മൾ അങ്ങ് വെട്ടും. ഇനി നാലാമത്തെ ഓപ്ഷൻ നോക്കിയേ, ING രൂപം, നമുക്കത് വേണ്ട. ഇനി ബാക്കി 2 ഓപ്ഷൻസ് ഉണ്ട്. ഒരെണ്ണം എസ്സിൽ അവസാനിച്ചത്, അറിയാലോ, അത് സിംഗുലർ. ഇനി ഒരു ഓപ്ഷൻ ബാക്കിയുണ്ട്, അതിനെ നമുക്ക് ING-യിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോ അതുകൊണ്ട് തന്നെ ഇത് പ്ലൂറല്. അപ്പൊ നോക്കിയേ, ഒരു സിംഗുലറും ഒരു പ്ലൂറലും. ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്കറിയാം സബ്ജക്റ്റ് നോക്കിയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഇവിടെ സബ്ജക്റ്റ് നോക്കുക, കൗസ്. സിംഗുലറോ പ്ലൂറലോ നോക്കുമ്പോൾ പറയാം കൗസ്, പശുക്കൾ, ഒന്നിൽ കൂടുതലാണ്. അപ്പൊ ഈ സബ്ജക്റ്റ് പ്ലൂറൽ ആണ്. വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. നമുക്കറിയാം 2 ഓപ്ഷൻസ് ആണ് ബാക്കിയുള്ളത്. അതിലെ പ്ലൂറൽ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഈറ്റ്. അടുത്ത ചോദ്യം നോക്കാം, നിങ്ങൾക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അടുത്ത ഓപ്ഷൻ നോക്കുക, നമ്മുടെ 4ാമത്തെ ചോദ്യം, ദ എർത്ത് ഡാഷ് അറൗണ്ട് ദ സൺ. ഓക്കെ, അപ്പോ ദ എർത്ത് ഡാഷ് അറൗണ്ട് ദ സൺ. ചോദ്യം ഒന്ന് നോക്കുക, ആൻസറിലേക്ക് പോവാം. ഇവിടെയും പ്രത്യേകിച്ച് കീവേഡ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല, പ്രത്യേകിച്ച് കീവേഡ്സ് ഒന്നുമില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഏതെങ്കിലും റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. നോക്കുമ്പോൾ തന്നെ ഒരു റൂള് കിട്ടും. ഏതാ? സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏത് റൂളിൽ ഇത് അപ്ലൈ ചെയ്യണം. ഇതൊരു പ്രപഞ്ച സത്യമാണ്. പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട ഒരു സത്യത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ നമുക്ക് V1 മതി. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കറിയാം ഇവിടെ നിന്ന് ഈ ING രൂപത്തെ ഒഴിവാക്കാം. ഓക്കെ, ഈ മൂവ്ഡ് ED ചേർന്ന് വന്ന ഇതും ഒഴിവാക്കാം. ബാക്കി 2 ഓപ്ഷൻസ്. മൂവ്സ് എസ്സിൽ അവസാനിച്ചു, സിംഗുലർ ആണ്. മൂവ് എന്ന വെർബിൽ നിന്നാണ് നമുക്ക് മൂവിങ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പ്ലൂറൽ എന്നും മനസ്സിലാക്കാം. അപ്പൊ V1-ലെ സിംഗുലറും കിട്ടി, പ്ലൂറലും കിട്ടി. ഇനി നമ്മൾ നോക്കേണ്ട വേറൊന്നുമല്ല, സബ്ജക്റ്റ് നോക്കുക. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ദ എർത്ത് എന്നുള്ളതാണ്. എർത്ത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ നമുക്കും സിംഗുലർ മതി. ആൻസർ കിട്ടും, മൂവ്സ്. ഓക്കെ, അടുത്തൊരു ചോദ്യം കൂടി നോക്കുക. അപ്പോ ഈ ഒരു ചോദ്യത്തോടു കൂടി നമ്മൾ V1 എന്ന ഭാഗം ഇവിടെ അവസാനിപ്പിക്കും. ഓക്കെ, ദ പ്രൈം മിനിസ്റ്റർ ഡാഷ് ടുമോറോ ടു ഇനാഗുറേറ്റ് ദ ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ നോക്കുക, ഈ സെന്റൻസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രധാനമന്ത്രി നാളെ ഒരു ഫംഗ്ഷൻ ഇനാഗുറേറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ്. ഇവിടെ നിങ്ങൾക്കറിയാം പ്രധാനമന്ത്രി ഒരു ഫംഗ്ഷൻ ഇനാഗുറേറ്റ് ചെയ്യണമെങ്കിൽ അത് വെൽ പ്ലാൻഡ് ആയിരിക്കും. അപ്പൊ നോക്കുക, പ്രധാനമന്ത്രി ഒരു ഫംഗ്ഷൻ ഇനാഗുറേറ്റ് ചെയ്യണമെങ്കിൽ അത് വെൽ പ്ലാൻഡ് ആയിരിക്കും. അപ്പോ ഇവിടെ സെന്റൻസ് വായിച്ചു നോക്കുമ്പോൾ ടുമോറോ എന്നൊരു കീവേഡ് കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ ഈ ടുമോറോ എന്ന് പറയുന്ന കീവേഡ് ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടതാണ്, ഭാവിയുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾക്കറിയാം ഭാവി അഥവാ ഫ്യൂച്ചർ ആണ്. സാധാരണ ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ വില്ലും ഷോളും ചേർന്ന വെർബുകളാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഇത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. സാധാരണ ഭാവിയിലെ കാര്യങ്ങളെ കുറിച്ച് പറയാൻ വില്ലും ഷോളും ചേർന്ന വെർബുകളായിരിക്കും നമ്മൾ ഉപയോഗിക്കാറ്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. സെന്റൻസ് ഭാവിയിലെ കാര്യമാണെങ്കിലും വില്ലും ഷോളും ചേർന്നൊരു വെർബ് ഇവിടെ ഇല്ല. സാധാരണ ഭാവിയെ സൂചിപ്പിക്കാൻ വില്ലും ഷോളും വരുന്ന വെർബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിവിടെ ഇല്ല. എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെൽ പ്ലാൻഡ് ഫ്യൂച്ചർ ആണ്. ഈ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി ഫംഗ്ഷൻ ഇനാഗ്രേറ്റ് ചെയ്യുന്നതല്ലേ, അത് തീർച്ചയായിട്ടും വെൽ പ്ലാൻഡ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഉള്ളത് വെൽ പ്ലാൻഡ് ഫ്യൂച്ചർ. നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു വെൽ പ്ലാൻഡ് ഫ്യൂച്ചർ പറയാനായിട്ട് V1 ഉപയോഗിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നോക്കാം ആരാണ് ഇവിടെ V1 ആയിട്ടുള്ളത്. അറിയാലോ V1-ന് ഓക്സിലറി വെർബിന്റെ ആവശ്യമില്ല. അപ്പൊ ഹാഡ് അറൈവ്ഡ് അല്ല ഉത്തരം എന്നറിയാം. ദെൻ ED ചേർന്ന് വന്ന ഈ വെർബും V1 അല്ല. V1 സാധാരണ ED-യിലൊന്നും അവസാനിക്കാറില്ല. അത് രണ്ടും പോയി. ഇനി ബാക്കിയുള്ളത് അറൈവ്സ്. എസ്സിൽ അവസാനിച്ചു. നിങ്ങൾക്കറിയാം എസ്സിൽ അവസാനിക്കുന്നത് സിംഗുലർ. അറൈവ്, ഈ അറൈവ് എന്ന വെർബിനെ നമുക്ക് ING ചേർത്ത് എഴുതാൻ പറ്റും, അറൈവിങ് എന്ന് എഴുതാൻ പറ്റും.
അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പ്ലൂറല് ഇടാം. അപ്പൊ ഒന്ന് നോക്കിയേ, സിംഗുലറും പ്ലൂറലും. സബ്ജക്റ്റ് നോക്കുക, പ്രൈം മിനിസ്റ്റർ സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാം ഉത്തരം അറൈവ്സ്. അപ്പൊ നിങ്ങളുടെ കേറ്ററ്റ് എക്സാമിന് നിങ്ങൾക്ക് ഈ ടെൻസ് എന്ന ഭാഗത്ത് V1-മായി റിലേറ്റ് ചെയ്തൊരു ചോദ്യം വന്നാൽ ഉത്തരത്തിൽ എത്താൻ പറ്റണം. ഇത് V1-ഉമായിട്ട് റിലേറ്റ് ചെയ്താണോ എന്ന് എങ്ങനെ അറിയുമെന്ന് ചോദിച്ചാൽ സെന്റൻസിനകത്ത് നമ്മൾ V1-ഉമായി ബന്ധപ്പെട്ട് പറഞ്ഞ കീവേഡ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ഒരു കീവേഡ് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ V1-ഉമായി ബന്ധപ്പെട്ട് പഠിച്ച ഏതെങ്കിലും നിയമത്തെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ഇത് രണ്ടുമായിട്ട് ബന്ധം ഇല്ലെങ്കിൽ ആ സെന്റൻസിന് V1-ഉമായിട്ട് ബന്ധം കാണില്ല. അപ്പൊ V1-ഉമായിട്ട് ബന്ധം ഉണ്ടെങ്കിൽ ഈ പഠിച്ച കീവേഡിലൂടെയോ നിയമങ്ങളിലൂടെയോ ഉപയോഗത്തിലൂടെയോ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അവിടെ കൃത്യമായി V1 തന്നെ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ.